ഹലോ ഫ്രണ്ട്സ്, രേഷൂസ് വീൽഡിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. വലിയ ടെൻഷനുണ്ട്, ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ അതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഒരാളിവിടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാകുകയാണേ. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥാനായിക രജനി ടീച്ചർ. എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ. റിട്ടയർഡ് HM ആയിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് 20 വർഷമായി. അപ്പോൾ ഇന്ന് അമ്മയുടെ പിറന്നാളാണ്, 75ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അമ്മ. അമ്മായിയമ്മയല്ല, നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് കേട്ടോ. വളരെ സ്നേഹമുള്ള ടീച്ചറമ്മ. എല്ലാവർക്കും അമ്മ ടീച്ചറമ്മയാണ്. അപ്പോൾ ഇന്ന് അമ്മയുടെ പിറന്നാളായത് കാരണം അമ്മ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മയും മോനും കൂടി ഇത് അമ്പലത്തിൽ പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ബൈ ബൈ, പോയിട്ട് വരട്ടെ അമ്മ എന്നൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇവിടെ അടുത്തുള്ള നമ്മുടെ മേപ്പാടി തന്നെയുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് പോയത്. പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അമ്മ എനിക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ട് വന്ന മിഠായിയാണ് കേട്ടോ, ഡയറി മിൽക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ പച്ചക്കറിയൊക്കെ നോക്കുമായിരുന്നു എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ച് എന്തൊക്കെ റെഡിയാക്കാം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിയലിനും സാമ്പാറും വെക്കാമെന്നൊക്കെ തീരുമാനമായി. അപ്പം ഞാൻ അവിയലിനും സാമ്പാറിനും തോരനും ഒക്കെ നുറുക്കി വെച്ചു. അന്നേരം കറണ്ട് പോയി ഗൈസ്. കറണ്ട് നമുക്ക് പണി തന്നു. 10 മണിയായപ്പോൾ പോയ കറണ്ട് 2:30 കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇതിനൊക്കെ അരയ്ക്കാനായിട്ട് ഞാൻ പുറത്ത് അമ്മി കഴുകിയിട്ടു. ഇന്ന് അമ്മിയിൽ അരയാണ്. ഇപ്പം നമ്മുടെ സദ്യ നോക്കിയാലോ. സദ്യക്ക് ഞാൻ എന്താ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാബേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, പയറുപ്പേരി ഉണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആലപ്പുഴയുടെ ബീട്രൂട്ട് പച്ചടി, കളർഫുൾ കറി, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അതേപോലെ തന്നെ കൂട്ടുകറിയുണ്ട്, നല്ല കുത്തരി ചോറുണ്ട്, പായസം ഉണ്ട്, കരിമീനുണ്ട്, പുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യയുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു. അപ്പോൾ എൻ്റെ നാത്തൂനൊക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരും കുടുംബം ഉണ്ടായിരുന്നു. അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവരും എത്തിയിട്ടുണ്ട്. അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണശേഷം ഞങ്ങൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങാനായിട്ട് മേപ്പാടി പോവുകയാണേ. അപ്പോൾ ഒരു ഓട്ടോ കെട്ടി ആ ഓട്ടോയിൽ വെച്ചടിച്ച് പോവുകയാണ്, എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ കയറി. അപ്പോൾ എനിക്ക് കയറിയപ്പോൾ തന്നെ അത് ഈ ഒരു സാരിയാണ് കേട്ടോ എൻ്റെ കണ്ണിലുടക്കിയത്. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സാരിയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് തുണിയെടുക്കുന്ന ചാസിയ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. എൻ്റെ ഇവിടുത്തെ അമ്മ പഠിപ്പിച്ച സ്റ്റുഡൻറ്റിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് സാരിയൊക്കെ കാണിച്ചു തരികയാണ്. പക്ഷേ എനിക്ക് ഇതൊക്കെ ഞാൻ നോക്കിയെങ്കിലും എനിക്ക് ആദ്യം കണ്ട ആ ഒരു സാരിയിൽ തന്നെ കേട്ടോ എൻ്റെ കണ്ണ്. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ആ സാരി തന്നെ മതിയെന്ന് പറഞ്ഞു. എനിക്കത് തന്നെ മതിയെന്ന് ഞാനങ്ങ് മനസ്സുകൊണ്ട് ഇതാക്കി. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ വെച്ച് മോഡലായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു ബേക്കറിയിൽ പോയി അമ്മയ്ക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ആ കേക്കും കളക്ട് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇനി ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം. അപ്പം ബൈ.